ഈ നേരത്തെ SITക്ക് ഉണ്ടായിരുന്ന ഒരു വേഗം ഈ കേസ് അന്വേഷണത്തിൽ അത് പിന്നീട് കൈമോശം വന്നിട്ടുണ്ടോ എന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഡിസംബർ 5 ശേഷം അങ്ങനെ ഒരു മെല്ലെപ്പോക്ക് SITയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതി കുറ്റപ്പെടുത്തിയിരുന്നു, വിമർശിച്ചിരുന്നു. അതിന് പിന്നാലെ SITയുടെ നീക്കം വളരെ പെട്ടെന്നായിരുന്നു. രണ്ട് രീതിയിൽ ഈ അന്വേഷണം ഇപ്പോൾ പോകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ബോർഡിനകത്ത് നടന്നിരിക്കുന്ന ക്രമക്കേടുകൾ അതിൽ ആരൊക്കെ കൂട്ടുനിന്നു എന്നതൊരു വശത്ത് അന്വേഷിക്കുന്നു. ഇതിന് മറ്റ് ചില മാനങ്ങളുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പകരം അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് ഇതൊരു വലിയ മാഫിയുമായി ബന്ധമുണ്ട് എന്ന രീതിയിൽ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കോടതിയിൽ ഇതൊക്കെ വരണമെങ്കിൽ കൃത്യമായ ശക്തമായ തെളിവുകൾ വേണം. ആ തെളിവ് ശേഖരണവും ഇതിന്റെ പാരലലി നടക്കുന്നുണ്ടോ, സമാന്തരമായി നടക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ എങ്ങനെയാണ് SIT ഉദ്ദേശിക്കുന്നത്? പ്രജിന് ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. അതായത് ഈ കേസിൽ നമ്മുടെ നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് SITയുടെ അന്വേഷണത്തിൽ നവംബർ അവസാനം വരെയും വലിയ രീതിയിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ദ്രുതഗതി ഉണ്ടായിരുന്നു. പിന്നീട് പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി ഈ കേസിൽ ഒരു മന്ദഗതിയിലേക്ക് SIT പോയിരുന്നു. കാരണം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതികളെ പിടികൂടുക മാത്രമല്ല, നഷ്ടപ്പെട്ട സ്വർണം കണ്ടെടുക്കുക എന്നത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതികളെ പ്രതിചേർക്കപ്പെടുകയും അവരുടെ ജുഡീഷ്യൽ കസ്റ്റഡി അയക്കുകയും മാത്രം ചെയ്താൽ പോരെ, പ്രതികളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സ്വർണം വീണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴും SIT ഗോവർദ്ധന്റെ പക്കൽ വരെ സ്വർണം എത്തിയതിന്റെ കഥ മാത്രമാണ് SITയുടെ പക്കലുള്ളത്. അതിനുശേഷമുള്ള യാതൊരു കഥയും SITയുടെ പക്കൽ നിലവിലില്ല. ഇങ്ങനൊരു സംഭവത്തിനിടയിലാണ് നിലവിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ രൂക്ഷമായ വിമർശനം ഉണ്ടായത്. അത് പ്രതികളെ പിടികൂടുന്നതിനടക്കം വലിയ വിവേചനം SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പത്മകുമാറിന് ശേഷം രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടൽ SITയുടെ ഭാഗത്തുണ്ടോ എന്ന് ചോദിച്ചത് കോടതിയാണ്. അത്തരത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം നീണ്ടു പോയിട്ടില്ല. പോറ്റി ശബരിമലയിൽ പ്രവർത്തിച്ചിരുന്ന തന്ത്രി കുടുംബത്തിന്റെ കൂടി ആളായിട്ടാണെന്ന് ഉള്ള പത്മകുമാറിന്റെ അടക്കം മൊഴിയിൽ വലിയ അന്വേഷണം എത്തിയിട്ടില്ല. അതായത് പത്മകുമാർ പറയുന്ന മൊഴിയിൽ ഉന്നതരായിട്ടുള്ള കുറെ ആളുകളുടെ പേരുണ്ട്. അത് SIT മറച്ചു വെക്കുന്നതാണോ അത് പരസ്യപ്പെടുത്താത്തതാണോ അടക്കമുള്ള കാര്യങ്ങളിൽ സംശയം കോടതി പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ ഈ വിജയകുമാറിന് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ വിമർശനത്തെ തുടർന്നാണെന്ന് തന്നെ നമുക്ക് നോക്കി കാണേണ്ടി വരും. ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി കസ്റ്റഡി എടുക്കുന്ന ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി അടക്കമുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തുമ്പോൾ നാളെ ഇനി ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു ഏറ്റവും അവസാനത്തെ കണ്ണിയായ D മണിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനിരിക്കെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ SITക്ക് മുൻപിൽ ഇനി തെളിയേണ്ടതുണ്ട് അടക്കമുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഈ കേസിൽ പ്രതികളെ പിടികൂടുന്നുണ്ടെങ്കിലും ഒരു തരി പൊന്ന് പോലും പിടിച്ചെടുക്കാനായിട്ടില്ല. ഇനി ഈ കേസിൽ ഗോവർദ്ധന്റെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള 240 ഗ്രാം സ്വർണം, അത്രയും സ്വർണം അത് ശബരിമലയിലാണെന്ന് സ്ഥാപിക്കാനും ശാസ്ത്രീയ പരിശോധനയോടെ SITക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് SITയുടെ വെല്ലുവിളി. ഇപ്പോൾ മനീഷ് ഇപ്പോൾ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, അതായത് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം പിന്നീട് തമിഴ്നാട്ടിലേക്ക് വ്യാപിക്കും നമ്മൾ കണ്ടു. D മണി എന്ന് പറയുന്ന ആൾ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ ഇപ്പോഴുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം നടത്തിയൊരു വെളിപ്പെടുത്തൽ രമേശ് ചെന്നിത്തലയാണ്. ഒരു പ്രവാസി വ്യവസായി തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചെന്നിത്തല പറയുന്നു. അതിന് പിന്നാലെ പ്രവാസിയുടെ മൊഴിയെടുക്കുന്നു. അതിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് പുറത്തു വരികയും ചെയ്തു. അത് പ്രകാരം ഈ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശമുണ്ട് എന്ന് ഈ D മണി തന്നോട് പറഞ്ഞു എന്നാണ് ഈ വ്യവസായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ മൊഴി ആ രീതിയിലാണ്. ചാക്കിൽ കെട്ടിയ പുരാവസ്തുക്കൾ തിരുവനന്തപുരത്ത് വെച്ച് തന്നെ കാണിച്ചു. വസ്തുക്കൾ കൈമാറിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്ന് മണി പറഞ്ഞു എന്നും ഈ പ്രവാസി വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പോറ്റിയെ തനിക്ക് തീരെ അറിയില്ല എന്ന് D മണി പറയുന്നു. ആ പേരുകളോട് ചേർത്ത് വായിക്കുന്ന ശ്രീകൃഷ്ണൻ എന്നയാളെ ഇന്നലെ നമ്മൾ 24 നേരിട്ട് കണ്ടതാണ്. ശ്രീകൃഷ്ണനും പറയുന്നു പോറ്റിയെ അറിയില്ല, D മണിയെ അറിയില്ല എന്ന് പറയുന്നു. അങ്ങനെ ആകെ മൊത്തം പല ദുരൂഹതകളും അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇനിയിപ്പോൾ മണിയെ നാളെ SIT ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണോ SIT ഉള്ളത്? കാരണം നിലവിലെ അവസ്ഥ വെച്ച് D മണി വളരെ കൃത്യമായൊരു തിരക്കഥയുണ്ടാക്കി അതുപോലെയാണ് ഓരോ പ്രതികരണവും നടത്തുന്നത്. കൃത്യമായ ചോദ്യാവലി ഉണ്ടെങ്കിൽ ഉത്തരം മുട്ടിക്കാൻ SITക്ക് കഴിയും. ആ രീതിയിലുള്ള തയ്യാറെടുപ്പൊക്കെ SIT നടത്തിയിട്ടുണ്ടോ? സിനിമാ കഥകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ നിലവിൽ SIT നേരിടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, അവിടെ ഡിണ്ടിഗലിലെത്തി കേരള പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് അവിടെ വെച്ച് തമിഴ്നാട് പോലീസ് ഈ കേസിൽ നിന്ന് പെട്ടെന്ന് പിന്മാറുന്നത്. അതിൽ മണി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ തൻ്റെ പേര് പോലും D മണി എന്നല്ല, തൻ്റെ പേര് M സുബ്രഹ്മണി എന്നാണ്, MS മണി അടക്കമുള്ള വാദങ്ങളാണ്. അത്തരം വാദങ്ങൾ നടത്തുന്നു. തമിഴ്നാട്ടിലേക്കടക്കം കേരള പോലീസ് എത്തുമ്പോൾ അവിടെ അന്വേഷണത്തിലടക്കം തടസ്സം നേരിടുന്നു. ഇയാളുടെ ബാങ്ക് ഇടപാടുകളടക്കം അന്വേഷിക്കാൻ വേണ്ടി ബാങ്ക് സ്ഥാപനങ്ങൾ, പണമിടപാട് സ്ഥാപനങ്ങൾ എത്തുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരടക്കം മണിക്ക് ഒത്താശ ചെയ്യുന്നു. അങ്ങനെ അന്വേഷണത്തിലടക്കം വലിയ രീതിയിലുള്ള
പ്രതിസന്ധി അന്വേഷണ സംഘം നേരിടുമ്പോഴാണ് വീണ്ടും ഈ വിദേശ വ്യവസായി പറയുന്നു ഇത് തന്നെയാണ് ഡി മണി. അയാളുടെ ഡിയുടെ അർത്ഥം അത് ദാവൂദ് എന്നാണ്. ഇയാൾ വർഷങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഡി മണിക്ക് നൽകിയ അമൂല്യമായ കുറെ ശേഖരങ്ങൾ, ഈ ശേഖരങ്ങളുടെ ഒരു ചാക്കിൽ കെട്ടിയ നിലയിൽ താൻ കണ്ടതാണ്. അത് 2 സ്ഥലത്ത് വെച്ച് കണ്ടുവതാണ് ഇയാളുടെ മൊഴി. ഒന്ന് തിരുവനന്തപുരത്ത് വെച്ചും ഒന്ന് ഡിണ്ടിഗലിലെ ഡി മണിയുടെ വീട്ടിൽ വെച്ചും. ഈ വിദേശ വ്യവസായിക്ക് എന്താണ് ഇത്ര താല്പര്യം എന്നുള്ള ചോദ്യത്തിന് അയാൾ ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ തന്നെ വാങ്ങി സൂക്ഷിക്കുന്ന ആളാണ്. അങ്ങനെയാണ് ഈ വിദേശ വ്യവസായി ഈ ഡി മണിയുമായി ബന്ധപ്പെടുന്നതും ശബരിമലയിൽ ഉൾപ്പെടെയുള്ള അമൂല്യമായ വസ്തുക്കൾ ശേഖരം തൻ്റെ ഉണ്ടെന്നും. പക്ഷേ ഇവർ തമ്മിലുള്ള തർക്കത്തിൽ, ഇവർ തമ്മിലുള്ള കച്ചവടത്തിലെ വില പേശലിലെ തർക്കത്തിലാണ് അത് പിന്നീട് ചാക്കിൽ കെട്ടിയ സാധന സാമഗ്രികൾ നേരിട്ട് കാണാതിരുന്നത്. പക്ഷേ അത് കച്ചവടം നടത്തിയില്ല. അത്തരത്തിലുള്ള തർക്കത്തെ തുടർന്ന് കച്ചവടം നടത്താതെ പിരിഞ്ഞു പോവുകയായിരുന്നു. പക്ഷേ അന്ന് ഡി മണി പറഞ്ഞത് ശബരിമലയിൽ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള അമൂല്യ വസ്തുക്കൾ തനിക്ക് നൽകിയിരുന്നത് ഒരു പോറ്റിയാണ്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഇപ്പോഴിതാ ഡി മണി പറയുന്ന എല്ലാ വാദങ്ങളും കളവാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഒപ്പം തന്നെ നേരത്തെ ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ പരിശോധനയിൽ ഇയാളുടെ ചില രേഖകളിൽ നിന്ന് ചില നമ്പറുകൾ, ഫോൺ നമ്പറുകൾ കിട്ടിയിരുന്നു. ആ ഫോൺ നമ്പറുകളിൽ ഒന്ന് ശ്രീകൃഷ്ണൻ്റെതാണെന്ന് ഇപ്പോൾ SIT തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ വിദേശ വ്യവസായി വെളിപ്പെടുത്തിയ ശ്രീകൃഷ്ണന്റെ നമ്പർ നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫയലിൽ നിന്നും അയാളുടെ വീട്ടിലെ രേഖയിൽ നിന്നും SIT കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്നത് ഈ വിദേശ വ്യവസായി പറയുന്നത് വെറുമൊരു തിരക്കഥ മാത്രമല്ല, വെറുമൊരു കഥ മാത്രമല്ല, അതെല്ലാം യാഥാർത്ഥ്യമാണെന്നുള്ള ഒരു വസ്തുത കൂടി പുറത്തു വരുന്നുണ്ട്. നാളെ ഡി മണി മനീഷ്, ഇത് കൃത്യമായി ആ സംഘം, അത് ഈ ശ്രീകൃഷ്ണനും ഡി മണിയൊക്കെ ഉൾപ്പെടുന്ന ആ സംഘം, ഡിണ്ടിഗൽ ലോബി എന്ന് പറയാം, ഡിണ്ടിഗൽ ടീം എന്ന് പറയാം, അവർ വളരെ കൃത്യമായ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. കാരണം ഇന്നലെ തത്സമയം ലൈവായി തന്നെ രാഹുൽ വിജയൻ അവിടെ രാജപാളയത്ത് വീട്ടിൽ വെച്ച് ഈ ശ്രീകൃഷ്ണൻ ആളുമായി സംസാരിച്ചപ്പോൾ പോലും ഒരു ഭാവഭേദവുമില്ലാതെ തനിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല, ചിത്രമടക്കം കാണിച്ചു കൊടുത്താൽ പോലും അത് നിഷേധിക്കുകയാണ്. അപ്പോൾ കൃത്യമായി അവരും പ്രിപ്പയർഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ SITയുടെ ചോദ്യം ചെയ്യൽ അത് വളരെ വളരെ നിർണായകമാണ് എന്ന് പറയാം മനീഷ്, അല്ലേ? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിൽ 1-ാം പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്ത് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഏകദേശം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടികൂടുന്നത്. ഈ പിടികൂടുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനു മുൻപ് ചെന്നൈയിലും ബാംഗ്ലൂരിലും ഹൈദരാബാദിലും പോയി തെളിവ് നശിപ്പിക്കലടക്കമുള്ള കാര്യങ്ങൾ നടത്തിയെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ ഈ ഡി മണിയും ശ്രീകൃഷ്ണനും ബാലമുരുകനും ഒക്കെ തന്നെ തങ്ങളെ തേടി SIT എത്തുമെന്ന് മുൻകൂട്ടി തന്നെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഴം മുമ്പേ എല്ലാ കാര്യങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് ഡി മണി 3 മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് ഉത്തരം തന്നെ അതാണ്. കാരണം ഡി മണി 3 മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കേവലം ചില മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ മാസങ്ങളായിട്ട്, അതായത് ഇയാൾ ശരിക്കും ഈ ഇത്തരത്തിലുള്ള വിഗ്രഹക്കടത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല ഈ നമ്പറുകൾ ഉപയോഗിച്ചിരുന്നത്. പകരം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാർഗമായിട്ടാണ് 3 മൊബൈൽ ഫോണുകൾ 3 പേരുടെ പേരിൽ ഉപയോഗിച്ചു വന്നത്. ഇത്തരത്തിൽ വിഗ്രഹക്കടത്തിൽ അല്ലെങ്കിൽ പുരാവസ്തു കച്ചവടം നടത്തുന്ന സമയത്ത് ഇയാളുടെ ഫോൺ നമ്പർ മറ്റൊന്നായിരുന്നു. ഈ 3 നമ്പറുകൾ ഇത് ശ്രീകൃഷ്ണൻ്റെയും ബാലമുരുകൻ്റെതാണെന്ന തരത്തിൽ കണ്ടെത്തലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 3 നമ്പറുകൾ കൊണ്ടുവന്നത് നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ഇവർ ഇത്രയും വലിയ തിരക്കഥ ഉണ്ടാക്കുന്നു? ഇവർ 3 പേരും മാധ്യമങ്ങളോട് മാത്രമല്ല ഈ 3 പേരെയും SIT സമീപിച്ചതാണ്, പ്രാഥമികമായി ചോദ്യം ചെയ്തതാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ശ്രീകൃഷ്ണന്റെ വീട്ടിൽ ഇന്നലെ രാത്രി അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം 5 മണിക്കൂറോളം സമയമാണ് SIT പരിശോധന നടത്തിയത്. പക്ഷേ ഈ 5 മണിക്കൂർ പരിശോധന നടത്തിയിട്ടും ഇവരുടെ ആരുടെയും വീട്ടിൽ നിന്നും, ഈ പറയുന്ന ഡി മണിയുടെയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെയോ ബാലമുരുകൻ്റെയോ ആരുടെയും വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഒരു തരി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താനായി എന്ന് നമുക്ക് നിലവിൽ SITയിൽ നിന്ന് ലഭ്യമായിട്ടില്ല. അങ്ങനെ ഒരു തെളിവും ലഭ്യമായിട്ടില്ല. പക്ഷേ SITക്ക് ഇവരെ പറ്റിയുള്ള വ്യക്തമായ സൂചനകൾ മാത്രമാണുള്ളത്. സാഹചര്യ തെളിവുകളും സൂചനകളും നിലവിൽ ഈ വ്യവസായി പറഞ്ഞ മൊഴികളും മാത്രമാണുള്ളത്. പക്ഷേ നാളെ ഇവരെ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ ഇവരെ SITയുടെ പക്കൽ കിട്ടിയ ഈ കേസിൽ വലിയ രീതിയിൽ ഒരു കുളം കലങ്ങിയ രീതിയിൽ അതിനൊരു വ്യക്തത വരുമെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. SIT അങ്ങനെ ഒരു പ്രതീക്ഷയിലുമാണുള്ളത്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.